വർഷം 1980. അന്നത്തെ കാലത്തെ തമിഴ്നാട്ടിലെ ഏറ്റവും ശക്തയും പ്രതാപശാലിയുമായ ഒരു സ്ത്രീയുടെ സ്വീകരണമുറി. അവിടെ ആ സ്ത്രീക്ക് മുന്നിൽ ഒരാൾ അഹങ്കാരത്തോടെ കാലിന്മേൽ കാലും കയറ്റിയിരിക്കുന്നു. വെറുമൊരു തുടക്കക്കാരനായ അയാൾ തന്നോട് കാണിച്ച അനാദരവ് കണ്ട ആ സ്ത്രീ അത് മനസ്സിൽ കുറിച്ചിടുന്നു. സംസാരം മുഴുമിപ്പിച്ചു പോകാനിറങ്ങിയ അയാൾ തന്റെ കീശയിൽ കിടന്ന സിഗരറ്റ് എടുത്ത് തനതായ ശൈലിയിൽ വലിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവിടെ ആ നിമിഷം ജനിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തെയും സിനിമയെയും വിറപ്പിച്ച 30 വർഷങ്ങൾ നീണ്ടുനിന്ന അടങ്ങാത്ത പകയാണ്. തമിഴ്നാടിന്റെ സ്വന്തം ജയലളിതയും സൂപ്പർ സ്റ്റാർ രജനീകാന്തും തമ്മിലുള്ള അടങ്ങാത്ത പകയുടെ കഥ. തമിഴ് സിനിമയിൽ ഒരുപാട് സിനിമകളിൽ എഡിറ്ററായി വർക്ക് ചെയ്തിരുന്ന ബി ലെനിൻ 1980 താൻ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന നദിയെ തേടി വന്ന കടൽ എന്ന സിനിമയിൽ സാക്ഷാൽ ജയലളിതയെ തന്നെ നായികയാക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ജയലളിത 1997 തന്നെ തന്റെ സിനിമാഭിനയം നിർത്തിയിട്ട് 3 വർഷം പിന്നിട്ടിരുന്നു. ജയ്ക്ക് അതൊരു തിരിച്ചുവരവായിക്കോട്ടെ എന്ന് വിചാരിച്ച് ബി ലെനിൻ ജയലളിതയോട് കഥ പറയാൻ പോകുന്നു. കഥ ഇഷ്ടപ്പെട്ട ജയലളിത ആരാണ് എന്റെ നായകനായി ഡയറക്ടർ മനസ്സിൽ കാണുന്നത് എന്ന് ലെനിനോട് ചോദിക്കുന്നു. അന്ന് ലെനിൻ പറഞ്ഞത് താരതമ്യേന തുടക്കക്കാരനും എന്നാൽ ജനപ്രിയനായി മാറിക്കൊണ്ടുവരുന്ന രജനീകാന്തിന്റെ പേരായിരുന്നു. ലെനിൻ പറഞ്ഞു ഈ രജനീകാന്തിനെ ജയ്ക്ക് നേരിട്ട് പരിചയമില്ല. അതിനാൽ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറാണ് അല്ലെന്നോ വ്യക്തമായി ലെനിനോട് അപ്പോൾ മറുപടി പറയുന്നില്ല. മറിച്ച് ഈ പറയുന്ന രജനീകാന്തിനെ എനിക്കൊന്ന് നേരിട്ട് കാണണം എന്ന് ലെനിനോട് ജയ അറിയിക്കുന്നു. അതിനുശേഷം മാത്രമേ എന്റെ തീരുമാനം അറിയിക്കൂ എന്നും ജയ വാശി പിടിക്കുന്നു. വേറൊരു നിവൃത്തിയുമില്ലാതെ ഈ കാര്യം രജനീകാന്തിനെ ലെനിൻ അറിയിക്കുന്നു. ഒരു തുടക്കക്കാരനായ താൻ ജയലളിത എന്ന സൂപ്പർ താരത്തെ ചെന്ന് കണ്ടുകൊള്ളാം എന്ന് ലെനിന് രജനീകാന്ത് വാക്ക് നൽകുന്നു. അങ്ങനെ രജനി ജയലളിതയുടെ മദ്രാസിലെ പോയസ് ഗാർഡനിലെ അത്യാഡംബര വീടായ വേദനിലയം എന്ന വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ രജനിയെ എതിരേറ്റത് തന്റെ സിംഹാസനം പോലെയുള്ള കസേരയിൽ കാൽമേൽ കാൽ കയറ്റി രജനീകാന്തിനോട് ഒന്ന് ഇരിക്കാൻ പോലും പറയാൻ മര്യാദ കാണിക്കാത്ത ജയലളിതയാണ്. താൻ ഒരു സൂപ്പർ സ്റ്റാർ ആയതിനാലും മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുപ്പമുള്ള ആളായതിനാലും രജനിയിൽ നിന്നും ഭയഭക്തി ബഹുമാനങ്ങളും പരിഗണനയും ജയലളിത പ്രതീക്ഷിച്ചു. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ജയയുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ രജനിയും സ്റ്റൈലായി തന്നെ എതിരെയുള്ള സോഫയിൽ കാൽമേൽ കാൽ കയറ്റിയിരുന്ന് സംസാരിച്ചു. രജനിയുടെ മെയിൽ ഈഗോ ജയ വിചാരിക്കുന്നതിനും അപ്പുറമായിരുന്നു. സംസാരം കഴിഞ്ഞു പോകാൻ എഴുന്നേറ്റ ഉടൻ തന്നെ തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന സിഗരറ്റ് എടുത്ത് നല്ല സ്റ്റൈലായി വലിച്ചുകൊണ്ടാണ് രജനി പുറത്തേക്ക് ഇറങ്ങിയത്. തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ശത്രുതയുടെ കനലാണ് അവിടെ വീണത്. പിന്നീട് നടന്ന സംഭവങ്ങൾ ആ കനൽ ആളിക്കത്തി എന്ന് നമുക്ക് കാട്ടിത്തരുന്നു. രജനീകാന്തിനെ ഒരു കാരണവശാലും ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പാടില്ല എന്ന് ലെനിനോട് ജയ അറിയിക്കുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അന്നത്തെ മറ്റൊരു നായകനായ ശരത് ബാബുവിനെ ലെനിൻ ജയയുടെ നായകനാക്കി സിനിമ പുറത്തിറക്കി. എന്നാൽ സിനിമ 8 നിലയിൽ പൊട്ടി. തന്നെ സിനിമയിൽ നിന്നും മാറ്റിയതിന്റെ പക രജനിയുടെ മനസ്സിലുമുണ്ടായിരുന്നു. ഏകദേശം 12 വർഷങ്ങൾക്കിപ്പുറം 1991 തമിഴ്നാട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി ജയലളിത തിരഞ്ഞെടുക്കപ്പെട്ടു. അധികാരവും കൂടി കയ്യിൽ കിട്ടിയ ജയലളിത തനിക്കെതിരെ പ്രതികാരം ചെയ്യുന്നതിന് മുൻപേ തന്നെ രജനീകാന്ത് ജയക്കെതിരെയുള്ള കരുനീക്കങ്ങൾ തുടങ്ങിയിരുന്നു. 1992 ചിന്നത്തമ്പി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം പി വാസു എന്ന സംവിധായകൻ ഒരു സ്ക്രിപ്റ്റുമായി രജനിയെ സമീപിക്കുന്നു. സിനിമയുടെ പേര് മന്നൻ. കഥ കേട്ടപ്പോൾ അതിലെ അഹങ്കാരിയായ വിജയശാന്തിയുടെ നായിക കഥാപാത്രത്തിന് രജനി മുൻകൈ എടുത്തു തന്നെ സംവിധായകനോട് പറഞ്ഞ് പല മാറ്റങ്ങളും വരുത്തുന്നു. സിനിമ കണ്ട എല്ലാവർക്കും വിജയശാന്തിയുടെ കഥാപാത്രം ആരെ ഉദ്ദേശിച്ചാണ് നിർമ്മിച്ചത് എന്ന് വ്യക്തമായിരുന്നു. അത് ജയലളിതയുടെ ഒരു കാരിക്കേച്ചർ തന്നെയായിരുന്നു. സിനിമ സൂപ്പർ ഹിറ്റായി. ഇതറിഞ്ഞ ജയയുടെ ഈഗോ വീണ്ടും വ്രണപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും ഒരു വലിയ രാഷ്ട്രീയ നേതാവായി മാറിയ ജയയ്ക്ക് രജനിയോടുള്ള തന്റെ പക പരസ്യമായി തീർക്കാൻ സാധിക്കില്ലായിരുന്നു. മറുവശത്ത് രജനി ഒന്നിനു പുറകെ ഒന്നായി എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റായി വളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. 1991 ജയലളിത മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു RMV എന്നറിയപ്പെട്ടിരുന്ന RM വീരപ്പൻ. എന്നാൽ RMV ഒരു സിനിമാ നിർമ്മാതാവ് കൂടിയായിരുന്നു. MGRും ജയലളിതയും അഭിനയിച്ച പല സിനിമകളും അദ്ദേഹം നിർമ്മിച്ചവയുമായിരുന്നു. എന്നാൽ അദ്ദേഹം രജനിയെ വെച്ച് സിനിമ ചെയ്യാൻ പോകുന്നത് മുഖ്യമന്ത്രിയായ ജയയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ കാരണം കൊണ്ട് തന്നെ ജയ അദ്ദേഹത്തെ ഭക്ഷ്യവകുപ്പിൽ നിന്ന് മാറ്റി കന്നുകാലി സംരക്ഷണ വകുപ്പ് നൽകി തരം താഴ്ത്തി. ആ വാശിപ്പുറത്താണ് അദ്ദേഹം രജനീകാന്തിനെ വെച്ച് ഭാഷ എന്ന എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമ നിർമ്മിച്ചത്. 1995 സിനിമയുടെ വിജയാഘോഷവേളയിൽ 10,000ങ്ങളെ സാക്ഷി നിർത്തി രജനീകാന്ത് ജയലളിത സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു.
ഇനിയും ജയലളിത ഭരിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിനെ ഒരാണ്ടവനും രക്ഷിക്കാൻ കഴിയില്ല എന്ന് രജനി ഉറക്കെ പ്രഖ്യാപിച്ചു. ഈ പ്രസംഗം തമിഴ്നാട് രാഷ്ട്രീയത്തെയും ഇളക്കിമറിച്ചു. ശേഷം AIADMKയിൽ രജനിയുമായുള്ള സൗഹൃദം നിർത്തണം എന്ന പ്രതിഷേധം ശക്തമായി. എന്നാൽ അതിനു വഴങ്ങാത്ത വീരപ്പനെ ജയ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. 1996 ശിവാജി ഗണേശനെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് ജയലളിത മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ രജനിക്കും ക്ഷണം ലഭിച്ചു. വിശിഷ്ടാതിഥികൾ എത്തുന്നതിന് മുൻപ് തന്നെ സ്ഥലത്തെത്തിയ രജനി അകത്തേക്ക് കയറാതെ കാത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹന വ്യൂഹം വരാൻ കാത്തിരുന്ന രജനി അവ വരുന്നുവെന്ന് കണ്ടയുടനെ തന്റെ ഏറ്റവും പുതിയ സ്റ്റൈലൻ കാറിൽ കയറി സൺറൂഫ് തുറന്ന് എഴുന്നേറ്റ് നിന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. സ്റ്റൈൽ മന്നനെ കണ്ട ജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകി. അതുവഴി വന്ന ജയയുടെ വാഹനങ്ങൾക്ക് അതിനാൽ തന്നെ മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടായി. അന്ന് ഇനിയും വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് ജയ മനസ്സിൽ വീണ്ടും കുറിക്കുന്നു. മനഃപൂർവ്വം തന്നെ രജനികാന്തിനെ ബുദ്ധിമുട്ടിക്കാൻ ചെന്നൈയിലെ രാധാകൃഷ്ണൻ റോഡിൽ രജനിയുടെ വണ്ടി പോലീസിനെ കൊണ്ട് ജയ തടഞ്ഞു വെപ്പിക്കുന്നു. കാരണമന്വേഷിച്ച രജനിയോട് പോലീസ് പറയുന്ന മറുപടി ഇതാണ്: சாரி சார், வண்டி எதை விட முடியாது. பிஎம் கான்வாய் ഉണ്ട്, പ്രോട്ടോകോൾ. ജയയുടെ പ്രതികാരമാണ് ഇതെന്ന് മനസ്സിലാക്കിയ രജനി തിരിച്ചു ചോദിക്കുന്നു. വണ്ടി വിടാനല്ലേ തടസ്സമുള്ളൂ, നടന്നു പോകില്ല. ഇത്രയും ചോദിച്ച് രജനി കാറിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള മുറുക്കാൻ കടയിൽ ചെന്ന് ഒരു 555 സിഗരറ്റും വാങ്ങി അവിടെ നിന്ന് വലിക്കാൻ തുടങ്ങി. തങ്ങൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള സാക്ഷാൽ തലൈവർ ഇതാ ഒരു സാധാരണക്കാരനെ പോലെ നിരത്തിൽ നിൽക്കുന്നത് കണ്ട് ആരാധകർ കൂട്ടം കൂടി. ചെന്നൈയിലെ രാധാകൃഷ്ണൻ റോഡ് പൂരപ്പറമ്പായി. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ പോലീസ് രജനിയുടെ കാല് പിടിച്ച് അദ്ദേഹത്തെ കാറിൽ കയറ്റി കടത്തിവിട്ടു. ഈ റിയൽ ലൈഫ് ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടാണ് ലൂസിഫറിലെ ആ സീൻ എടുത്തത് എന്ന് പൃഥ്വിരാജും വ്യക്തമാക്കിയിട്ടുണ്ട്. അധികാരത്തിന്റെ ബലം കൊണ്ട് തന്നെ വ്യക്തിപരമായി ജയ ഉപദ്രവിക്കുകയാണ് എന്ന് രജനിക്ക് മനസ്സിലായി. ഇനി ഇങ്ങനെ ഇൻഡയറക്റ്റായി ഓരോന്ന് ചെയ്തിട്ട് കാര്യമില്ല. ഇനിയെല്ലാം നേർക്കുനേറെന്ന് തീരുമാനിച്ച് 1996 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രത്യക്ഷമായി തന്നെ രജനി DMK ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തു. വളരെ ശക്തരായ DMKക്ക് നേരിട്ട് സപ്പോർട്ട് ചെയ്യാതെ DMK അലയൻസായ തമിഴ് മാനില കോൺഗ്രസ് എന്ന പാർട്ടിക്കാണ് രജനി സപ്പോർട്ട് നൽകിയത്. 1996 തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ AIADMKക്ക് നാണം കെട്ട തോൽവിയായിരുന്നു. 221 സീറ്റ് ജയിച്ച DMKക്കൊപ്പം ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമായിരുന്ന തമിഴ് മാനില കോൺഗ്രസ് രജനിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നേടിയത് 39 സീറ്റുകളായിരുന്നു. എന്നാൽ ജയയുടെ AIADMK നേടിയത് വെറും 4 സീറ്റ് മാത്രം. താൻ നേരിട്ട ഈ വലിയ തോൽവി ജയയുടെ മനസ്സിലെ പകയെ ആളിക്കത്തിച്ചു. AIADMK തകരാൻ രജനിയാണ് പ്രധാന കാരണം എന്ന് പത്രങ്ങൾ വിധിയെഴുതിയത് ജയയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ രജനിയുടെ പ്രതികാരം അവിടെയും അവസാനിച്ചില്ല. 1999 പടയപ്പ എന്ന സിനിമയിലെ രമ്യ കൃഷ്ണൻ അവതരിപ്പിച്ച നീലാംബരി എന്ന കഥാപാത്രത്തിലൂടെ വീണ്ടും രജനി ജയയെ കളിയാക്കി. അത് രജനി ജയയ്ക്ക് നൽകിയ അടിയാണ് എന്ന് പ്രേക്ഷകരും വിധിയെഴുതി. എന്നാൽ 2001 അധികാരം തിരികെ പിടിച്ച ജയ സൂപ്പർ സ്റ്റാറിന്റെ ആരാധകരെ ഉന്നമിച്ച് അവർ നടത്തുന്ന യോഗങ്ങളും പല ആഘോഷ പരിപാടികളും വിലക്കി. ഗവൺമെന്റിന്റെ പല പരിപാടികളിൽ നിന്നും രജനിയെ ക്ഷണിക്കാതെ മാറ്റി നിർത്തി. പക്ഷേ ഈ കഥ അവസാനിക്കുന്നത് ശത്രുതയിലല്ല. രജനികാന്ത് തന്റെ മകൾ ഐശ്വര്യയുടെ വിവാഹത്തിലേക്ക് ജയലളിതയെ ക്ഷണിച്ചിരുന്നു. അവർ വരില്ല എന്നായിരുന്നു രജനി വിചാരിച്ചത്. എന്നാൽ ജയലളിത ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. ജയലളിതയുടെ മരണത്തിന് ശേഷം രജനികാന്ത് അവരെ പറ്റി പറഞ്ഞത്, ഞാൻ അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അവർ ഒരു കോഹിനൂർ രത്നമായിരുന്നു എന്നാണ്. അധികാരവും ആത്മവിശ്വാസവും നേർക്കുനേർ വന്ന ആ കാലഘട്ടം ഇന്നും തമിഴ് ചരിത്രത്തിലെ ഒരു വിസ്മയമാണ്. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.